ഡിയർ സ്റ്റുഡൻസ്, +2ന്റെ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും ഒപ്പം തന്നെ ബികോമിനും BBAയ്ക്കും വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കമ്പനി അക്കൗണ്ട്സ് എന്ന ചാപ്റ്ററിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രൊസീജിയർ ഓഫ് ഇഷ്യൂയിങ് ന്യൂ ഷെയർസ്. ഒരു ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കും. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി AFS എന്നുള്ള പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. ഒപ്പം തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനലിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഒപ്പം തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടം വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രൊസീജിയർ ഫോർ ഇഷ്യൂയിങ് ന്യൂ ഷെയർസ്. ഇപ്പോൾ പുതിയ ഷെയറുകൾ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രൊസീജിയറാണ് പാലിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇക്വിറ്റി ഓഫറിംഗ്സ് ബൈ കമ്പനീസ് ആർ ഓഫേർഡ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. ഇക്വിറ്റി ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി കമ്പനികൾ ഓഫർ ചെയ്യുന്നു. ഇക്വിറ്റി ഓഫറിംഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയറുകളുടെ ഓഫറിംഗ് ആണ്. അതായത് ഇക്വിറ്റി ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. ആർ ഓഫേർഡ് ടു ദി ഇൻവെസ്റ്റേഴ്സ് ഇൻ 2 ഫോംസ്. സാധാരണ ഇത് 2 രീതിയിലാണ് ഇത് കമ്പനികൾ ഈ ഇക്വിറ്റി ഷെയറുകൾ ഓഫർ ചെയ്യുന്നത്. ഒന്ന് ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡ്, 2 ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് കേസ് ദ കമ്പനി ഫിക്സസ് ദ ഇഷ്യൂ പ്രൈസ് ആൻഡ് ദെൻ അഡ്വർടൈസ് ദ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. അപ്പോൾ ഇവിടെ ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡിൽ കമ്പനി തന്നെയാണ് അവരുടെ ഷെയറുകളുടെ വില നിശ്ചയിക്കുന്നത്. കമ്പനി ഫിക്സസ് ദ ഇഷ്യൂ പ്രൈസ്, അവർ സ്വന്തം കമ്പനിയുടെ ഷെയറുകളുടെ വില അവർ നിർണ്ണയിക്കുന്നു, തീരുമാനിക്കുന്നു എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ദെൻ അഡ്വർടൈസ് ദ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഇവിടെ എത്ര ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവർ പത്രമാധ്യമങ്ങളിലൂടെ മറ്റിലൂടെ അഡ്വർടൈസ് ചെയ്യുകയും ചെയ്യുന്നു. ദ മെയിൻ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇഷ്യൂ ഓഫ് ഷെയർസ് അണ്ടർ ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ ഷെയറുകളുടെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഈ ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പാണ്. സാധാരണ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ താഴെ പറയുന്ന മെത്തേഡുകളാണ്, അല്ലെങ്കിൽ താഴെ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന്, സെലക്ഷൻ ഓഫ് മെർച്ചന്റ് ബാങ്കർ. ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡിൽ സാധാരണ കമ്പനികൾ അവലംബിക്കുന്ന സ്റ്റെപ്പുകളിൽ ഒന്ന് സെലക്ഷൻ ഓഫ് എ മെർച്ചന്റ് ബാങ്കർ ആണ്. ഒരു മെർച്ചന്റ് ബാങ്കറെ സെലക്ട് ചെയ്യുന്നു. ഏതൊരു കമ്പനിയും ഇഷ്യൂവിന് മുമ്പായിട്ട് അവരുടെ ഇഷ്യൂവിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി, ഇഷ്യൂവിന് വേണ്ട അഡ്വൈസ് നൽകുന്നതിന് വേണ്ടി ഒരു മെർച്ചന്റ് ബാങ്കറെ, ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന അഡ്വൈസ് നൽകുന്ന മാനേജ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനികളെ സഹായിക്കുന്ന ഒരു ബാങ്കറെ കമ്പനി സെലക്ട് ചെയ്യുന്നു. എ മെർച്ചന്റ് ബാങ്കർ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺഡ് വിത്ത് ഗിവിംഗ് എ ഫിനാൻഷ്യൽ സർവീസ് ടു ബിസിനസ്. അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ നൽകുന്ന, ബിസിനസ്സിന് സേവനം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ മെർച്ചന്റ് ബാങ്കർ എന്ന് പറയുക. ഇറ്റ് ഇൻക്ലൂഡ്സ് അഡ്വൈസിങ് ഓൺ ആൻഡ് അറേഞ്ചിങ് ഷെയർ ഇഷ്യൂ. അപ്പോൾ ഇവിടെ ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്വൈസ് നൽകുന്നതിനും അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നതിനും അറേഞ്ച് ചെയ്യുന്നതിനുമാണ് ഇത്തരത്തിലുള്ള മെർച്ചന്റ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ദ ഇഷ്യൂയിങ് കമ്പനി ഷുഡ് സെലക്ട് എ മെർച്ചന്റ് ബാങ്കർ ടു മാനേജ് ഇറ്റ്സ് ഇഷ്യൂ. അപ്പോൾ ഇഷ്യൂയിങ് കമ്പനി, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അങ്ങനെ ഏതെങ്കിലും ഒരു മെർച്ചന്റ് ബാങ്കറെ അവരുടെ ഇഷ്യൂ, ഷെയർ ഇഷ്യൂ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. എ പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ഓഫ് ദി കമ്പനി ടു ദി പബ്ലിക് ടു പർച്ചേസ് ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഒരു കമ്പനി ഷെയറുകളോ ഡിബഞ്ചറുകളോ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയറുകൾ വാങ്ങിക്കുന്നതിനുള്ള പൊതുജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ പബ്ലിക്കിനുള്ള ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഒരു ഡോക്യുമെൻ്റ് ആണ്, കമ്പനി ഡോക്യുമെൻ്റ് ആണ്. അതൊരു ഇൻവിറ്റേഷൻ മോഡലാണ്. കമ്പനിയുടെ ഷെയറുകൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നു, താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് എന്നുള്ള ഒരു ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ടസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. എ പേഴ്സൺ ഹു ഡിസൈഡ്സ് ടു ഇൻവെസ്റ്റ് മണി ഇൻ ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി ക്യാൻ ഒബ്റ്റെയിൻ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ് ഫ്രം ദി പ്രോസ്പെക്ടസ്. അപ്പോൾ ആ കമ്പനിയുടെ ഡിബഞ്ചറുകളോ ഷെയറുകളോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻവെസ്റ്റർക്ക്, അദ്ദേഹത്തിന് ഈ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ പ്രോസ്പെക്ടസിലൂടെ ലഭിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റാർട്ടിങ് കഴിഞ്ഞു. ഇനി ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ ലഭിച്ചു തുടങ്ങുന്നു. ദോസ് ഹു വിഷ് ടു സബ്സ്ക്രൈബ് ടു ദി ഷെയർ. കമ്പനിയുടെ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക വെച്ചാൽ കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ദോസ് ഹു വിഷ് ടു സബ്സ്ക്രൈബ് ടു ദി ഷെയർസ് ഓഫ് ദി കമ്പനി സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ്. അവർ ഈ കമ്പനിയുടെ ഷെയറുകൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. എലോങ് വിത്ത് ദി റിക്വയർഡ് ആപ്ലിക്കേഷൻ മണി. അപ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ആപ്ലിക്കേഷൻ മണി കൂടി കമ്പനികൾ വാങ്ങിക്കുന്നു. ടു ദി ബാങ്കേഴ്സ് ഓഫ് ദി കമ്പനി. ഇപ്പോൾ ഇവിടെ കമ്പനിയുടെ ബാങ്ക് വഴിയാണ് ഈ ആപ്ലിക്കേഷൻ മണി
കമ്പനികൾ സ്വീകരിക്കുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫിക്സ് ദി എമൗണ്ട് ഓഫ് ആപ്ലിക്കേഷൻ മണി. അപ്പോൾ എത്രയാണ് ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കേണ്ടത്? ഷെയർ പ്രൈസിൽ ഒരു നിശ്ചിത ശതമാനമായിരിക്കും ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കുക. അപ്പോൾ എത്ര ശതമാനമാണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് ആപ്ലിക്കേഷൻ മണിയായിട്ട് സ്വീകരിക്കേണ്ടതെന്നുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അവർ തീരുമാനിക്കുന്നു. അടുത്തത് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഷെയറുകൾ വാങ്ങിക്കുന്നതിനെയാണ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനികൾ ഷെയറുകൾ അലോട്ട് ചെയ്യുക, കമ്പനികൾ ആപ്ലിക്കൻസിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ടേമുകളൊക്കെ അലോട്ട്മെൻറ്റും ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആഫ്റ്റർ ദി ലാസ്റ്റ് ഡേ ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓർ ക്ലോഷർ ഓഫ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടുന്നതിനുള്ള, കമ്പനിയുടെ ഷെയറുകൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ലഭിക്കുന്നതിനുള്ള അവസാന തീയതിക്ക് ശേഷം, അതിനുശേഷം അതായത് ക്ലോഷർ ഓഫ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യാന്ന് പറയും. അതിനുശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്റ്റാർട്ട് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ ആളുകൾ ഈ ഷെയറുകൾ അലോട്ട് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുന്നു. ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി അവരില്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ഉപദേശം സ്വീകരിച്ചതിന് ശേഷമാണ് ഈ അലോട്ട്മെൻറ്റ് നടത്തുക. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദി ആപ്ലിക്കൻസ് ഓൺ ദി ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ദം. അപ്പോൾ എന്താണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്? ഇറ്റ് മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദി ആപ്ലിക്കൻസ് ഓൺ ദി ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ദം. അപ്പോൾ ഓരോരുത്തരും അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. Before allotment of shares, it is to be assured that the company has received minimum subscription. അപ്പോൾ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ കമ്പനി ഉറപ്പുവരുത്തേണ്ടതാണ് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ, ഒരു മിനിമം ഇത്ര പെർസെൻറ്റേജ് ആളുകൾ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് കമ്പനി ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഈ ക്ലാസ്സിൻ്റെ അവസാനം നമ്മളത് ഒരു പാരഗ്രാഫായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നതാണ്. Then as per rules, allotment of shares is to be made within 120 days of issue of prospectus. അപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം 120 ദിവസത്തിനുള്ളിൽ ഷെയറുകളുടെ അലോട്ട്മെൻറ്റ് നടത്തേണ്ടതാണ് എന്നുള്ളൊരു റൂളുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അലോട്ട്മെൻറ്റ് നടത്തേണ്ടത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 120 ഡേയ്സിനുള്ളിലാണ്. 120 ദിവസത്തിനുള്ളിൽ ഷെയർ അലോട്ട്മെൻറ്റ് പൂർത്തിയാക്കേണ്ടതാണ്. ദെൻ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്, ഈ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് തയ്യാറാക്കി അയക്കുന്നു. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് ഡെസ്പാച്ചിങ് ദ ലെറ്റേഴ്സ് ഓഫ് അലോട്ട്മെൻറ്റ് ടു ദോസ് ആപ്ലിക്കൻസ് ടു ഹൂം ഷെയർസ് ഹാവ് ബീൻ അലോട്ടഡ്. അപ്പോൾ ആർക്കൊക്കെയാണോ ഷെയർ അലോട്ട് ചെയ്തത് ആ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്, ഇത്ര ഷെയറുകൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുന്നു. ലൈക്ക്വൈസ് ലെറ്റേഴ്സ് ഓഫ് റിഗ്രറ്റ് ആർ ടു ബി സെൻഡ് ടു ഹൂം നോ ഷെയർസ് ആർ അലോട്ടഡ്. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഷെയറുകൾ നമുക്ക് നൽകാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഷ്യൂ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്ര ആളുകൾക്ക് ലെറ്റർ ഓഫ് റിഗ്രറ്റ്, ഒരു നിങ്ങൾക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ലെറ്റേഴ്സ് ഓഫ് റിഗ്രറ്റും കമ്പനി സാധാരണ അയക്കാറുണ്ട്. അപ്പോൾ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് റിഗ്രറ്റ് അയക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. മേക്കിംഗ് കോൾസ് ആണ്. എ കോൾ ഈസ് ഡിമാൻഡ് മെയ്ഡ് ബൈ ദ കമ്പനി ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് ടു പേ ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദി അൺപെയ്ഡ് എമൗണ്ട് ഓൺ ഷെയർസ് ഹെൽഡ് ബൈ ദം. അപ്പോൾ ഇവിടെ കോളിൽ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ മണിയായിട്ട് കുറച്ച് തുക വാങ്ങിക്കുന്നു, പിന്നീട് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് കുറച്ച് തുക വാങ്ങിക്കുന്നുണ്ടാകാം. അതിനുശേഷമുള്ള എമൗണ്ട് പല കോളുകളായിട്ടാണ് നമ്മൾ പിന്നെ വാങ്ങിക്കുന്നത്. അതായത് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 അല്ലെങ്കിൽ 2 ഒക്കെ ആയിട്ട് നമ്മൾ ആളുകളിൽ നിന്ന്, ഈ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഈ ഷെയറിൻ്റെ പണം പിരിച്ചെടുക്കുകയായിരുന്നു പതിവ്. അപ്പോൾ ഏറ്റവും പുതിയ രീതി അനുസരിച്ച് മുഴുവൻ തുകയും അടച്ചതിന് ശേഷമാണ് ഷെയറുകൾ ലഭിക്കുക. ഇപ്പോൾ ഒരു പഴയ രീതിയാണത്, പല കോളുകളായിട്ട് അല്ലെങ്കിൽ പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് പണം പിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അക്കാഡമിക്കലായിട്ട് എക്സാം ഓറിയൻറ്റഡ് പർപ്പസിൽ നമുക്ക് ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. എ കോൾ ഈസ് എ ഡിമാൻഡ് മെയ്ഡ് ബൈ ദ കമ്പനി ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് ടു പേ ദ ഓൾ ഓർ പാർട്ട് ഓഫ് ദി അൺപെയ്ഡ് എമൗണ്ട്. അപ്പോൾ ഇതുവരെയും അടയ്ക്കാത്ത ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും കൂടാതെ ബാക്കി അടയ്ക്കാനുള്ള തുക അത് ഒരുമിച്ചോ അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ടോ പിരിച്ചു വാങ്ങിക്കുന്നതിന് വേണ്ടി കമ്പനി ചെയ്യുന്ന ഒരു നടപടിയാണ്, കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഡിമാൻഡാണ് ഒരു കോൾ എന്ന് പറയുന്നത്. എ കമ്പനി ക്യാൻ കളക്ട് എമൗണ്ട് ഡ്യൂ ഫ്രം മെമ്പേഴ്സ് ഇൻ 2 or 3 ഇൻസ്റ്റാൾമെൻറ്റ്. ഇപ്പോൾ 2-3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കമ്പനി ബാക്കിയുള്ള തുക പിൻവലിക്കുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കോളുകളായിട്ട് കമ്പനിക്ക് കിട്ടാനുള്ള ഷെയർമേൽ കിട്ടാനുള്ള പണം കമ്പനി പിരിച്ച് എടുക്കുന്നു. ഇനി രണ്ടാമത്തെ മെത്തേഡ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. അപ്പോൾ എന്താണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഈ രീതിയാണ് കൂടുതലായിട്ടും ഇപ്പോൾ കമ്പനികൾ ഫോളോ ചെയ്യുന്നത്. ബുക്ക് ബിൽഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൈസ് ഡിസ്കവറി. അപ്പോൾ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളത് കമ്പനി ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ബുക്ക് ബിൽഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക.
ഹിയർ ദ ഇഷ്യൂർ കമ്പനി ബിഫോർ ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ്, ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്പനി ഇതുമായിട്ട് ബിൽഡപ്സ് ആൻഡ് അസർട്ടൈൻ ദ ഡിമാൻഡ് ഫോർ ദി സെക്യൂരിറ്റീസ് ബീങ് ഇഷ്യൂഡ്, അതുമായിട്ട് കമ്പനി ഈ കമ്പനിയുടെ സെക്യൂരിറ്റിയുടെ വില എത്രയായിട്ട് ഫിക്സ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പഠനങ്ങളൊക്കെ നടത്തുന്നു. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഷെയറുകളുടെ വില നിശ്ചയിക്കുന്നു. ആൻഡ് അസസ് ദ പ്രൈസ് അറ്റ് വിച്ച് സച്ച് സെക്യൂരിറ്റീസ് ക്യാൻ ബി ഇഷ്യൂഡ്, എത്ര രൂപയ്ക്ക് കമ്പനിയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാമെന്നുള്ളത്, അതായത് ഡിമാൻഡിനനുസരിച്ച് എത്ര രൂപയ്ക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ മാക്സിമം ആളുകൾ വാങ്ങിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വില നിശ്ചയിക്കുകയും പിന്നീട് ആ വിലയ്ക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഇനി നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫിക്സ്ഡ് ബൈ ദ ഡയറക്ടേഴ്സ് ടു ബി റൈസ്ഡ് ഫ്രം ദി മെമ്പേഴ്സ് ബൈ വേ ഓഫ് സബ്സ്ക്രിപ്ഷൻ. അതായത് ഒരു കമ്പനി ഷെയർ ഇഷ്യൂമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിക്കണമെന്ന് നിർബന്ധമുണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ബൈ ദ കമ്പനി ഇൻ ദിസ് ഇഷ്യൂ. ഈ ഇഷ്യൂവിൽ കമ്പനി മിനിമം ഏറ്റവും കുറഞ്ഞത് എത്രയെങ്കിലും സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിരിക്കണമെന്ന് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കമ്പനി ഡയറക്ടേഴ്സ് കൂടി ഇത്ര പെർസെൻറ്റേജ് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിച്ചെങ്കിൽ മാത്രമേ ഇഷ്യൂമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാകും. ഒപ്പം തന്നെ നിയമപരമായിട്ട് ഇത്ര പെർസെൻറ്റേജിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിച്ചെങ്കിൽ മാത്രമേ കമ്പനിയുടെ ഇഷ്യൂ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട്. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേറ്റഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രോസ്പെക്ടസ്. ഇപ്പോൾ കമ്പനി ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും പ്രോസ്പെക്ടസിലൊക്കെ വ്യക്തമാക്കിയിരിക്കണം. നോ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ക്യാൻ ബി മെയ്ഡ് അൺലെസ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റിയലൈസ്ഡ് ഫ്രം ദി ആപ്ലിക്കൻസ് ഫോർ ഷെയർസ്. അപ്പോൾ ഇവിടെ ആപ്ലിക്കൻസ് ഫോർ ഷെയർസിന്റെ അപേക്ഷകരിൽ നിന്ന് മിനിമം സബ്സ്ക്രിപ്ഷൻ ഇത്രയെങ്കിലും നിശ്ചിത ശതമാനം സബ്സ്ക്രിപ്ഷൻ ലഭിച്ചില്ല എങ്കിൽ ഷെയറിന്റെ അലോട്ട്മെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ കമ്പനിക്ക് സാധിക്കില്ല. ഇനി അതിന്റെ റൂൾ നോക്കുക. അണ്ടർ സെക്ഷൻ 39 ഓഫ് കമ്പനീസ് ആക്ട് 2003 ദ കമ്പനി മസ്റ്റ് കളക്ട് എ മിനിമം സബ്സ്ക്രിപ്ഷൻ ഓഫ് 90% ഓഫ് ദി ഇഷ്യൂഡ് എമൗണ്ട്. അപ്പോൾ കമ്പനി 90% മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിച്ചെങ്കിൽ മാത്രമേ കമ്പനിയുടെ ഇഷ്യൂമായിട്ട് മുന്നോട്ട് പോകാൻ 2013 കമ്പനീസ് ആക്ട് പ്രകാരം സാധിക്കുകയുള്ളൂ. അതായത് 100 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്താൽ 90 രൂപയുടെയെങ്കിലും ഷെയറുകൾ ആളുകൾ വാങ്ങിക്കാൻ വേണ്ടി റെഡിയായെങ്കിൽ മാത്രമേ കമ്പനിക്ക് പൂർണ്ണമായിട്ടും ഇഷ്യൂമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് റൂള് പറയുക. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തുക വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ മസ്റ്റ് കവർ ദ ഫോളോവിങ്. ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന ആ എമൗണ്ട് ഉപയോഗിക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഫോർ ദി പേയ്മെന്റ് ഓഫ് പർച്ചേസ്ഡ് അസറ്റ്സ് ഓർ അസറ്റ്സ് ടു ബി പർച്ചേസ്ഡ്. അപ്പോൾ ഒരു പുതിയ കമ്പനിയാണെങ്കിൽ അതിൻ്റെ അസറ്റുകളൊക്കെ കമ്പനി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വാങ്ങാൻ പോകുന്ന അസറ്റുകൾ അതിൻ്റെ പേയ്മെൻറ്റ് നൽകാൻ വേണ്ടി ഉള്ള പൈസ ഈ മിനിമം സബ്സ്ക്രിപ്ഷനിൽ നിന്നാണ് എടുക്കുക. ഫോർ ദി പേയ്മെന്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് ആൻഡ് ഓർ അണ്ടർ റൈറ്റിംഗ് ആൻഡ് ബ്രോക്കറേജ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഒരു കമ്പനിയുടെ പ്രാഥമികമായിട്ടുള്ള ചിലവുകൾ അല്ലെങ്കിൽ കമ്പനിയുടെ ഇഷ്യൂവിനെ സഹായിക്കുന്ന പൊതുജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതിന് വേണ്ടി അണ്ടർ റൈറ്റേഴ്സിനെ ഏൽപ്പിക്കാം. കമ്പനിയുടെ ഷെയറുകൾ ഏറ്റെടുത്തു കൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന മറ്റ് കമ്പനികൾ. അപ്പോൾ അത്തരത്തിൽ അണ്ടർ റൈറ്റേഴ്സിന് അവർക്ക് കമ്മീഷൻ കൊടുക്കണം അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നതിന്. അപ്പോൾ അണ്ടർ റൈറ്റിങ്ങുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രോക്കറേജും ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ബ്രോക്കറേജുകൾ, മറ്റാളുകൾ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന ക്യാഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം മിനിമം സബ്സ്ക്രിപ്ഷനിൽ നിന്നാണ് കൊടുക്കുക. ഇനി ഫോർ ദി റീപേയ്മെന്റ് ഓഫ് ദി എമൗണ്ട് ബോറോഡ് ഫോർ ദി എബോവ് പർപ്പസ്. കമ്പനി മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും പണം കടമായിട്ട് നേരത്തെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെന്റിന് വേണ്ടി മിനിമം സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കാം. ദെൻ ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ, കമ്പനി റൺ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണമെങ്കിൽ കമ്പനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, കമ്പനിയുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി കമ്പനിക്ക് ചിലവാക്കുന്ന ഒരു പ്രവർത്തന മൂലധനം അത് കണ്ടെത്തുന്നതിന് വേണ്ടി പണം ഉപയോഗിക്കാം. എനി അതർ എക്സ്പെൻഡിച്ചർ ഫോർ ദി ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ്. കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി ചിലവാക്കുന്ന മറ്റേതെങ്കിലും എക്സ്പെൻഡിച്ചർ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയും ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ തുക ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ഒന്നുകിൽ തുടങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും തിയറി പാർട്ടുകൾ ഇനി പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അതൊരു ക്ലാസ്സോടും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പ്രോബ്ലം തുടങ്ങുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.